ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് SCRT മലയാളം സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നിലാവിനോട് എന്നതാണ് കവിതയുടെ പേര്. 4ാം ക്ലാസ്സിലെ SCRT പാഠപുസ്തകത്തിൽ നിന്നുള്ള കവിതാഭാഗമാണിത് കേട്ടോ. ഈ കവിത 4 വരി തന്നിട്ട് എഴുതിയ ആളുടെ പേര് ഓപ്ഷനിൽ കണ്ടാൽ ഒരുപക്ഷെ ഇത് വായിക്കാത്ത ആൾ ഒരിക്കലും അദ്ദേഹമാണ് ഈ കവിത എഴുതിയതെന്ന് വിചാരിക്കത്തില്ല. അപ്പോൾ കവിത നമുക്ക് 4 വരി എന്തായാലും ആദ്യത്തെ ഒന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ SCRT മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേലിസ്റ്റ് 2 എണ്ണം, ഒന്ന് കുറേ പഴയതാണ്, മീനിങ്സ് മാത്രമുള്ളത്. പിന്നീട് SCRTയിൽ പാഠപുസ്തകത്തിലെ കൃതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നിലാവിനോട് എന്നുള്ള കവിത: ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ, പിഞ്ചുകൈ നീട്ടി കുതുകത്തോടെ കൊഞ്ചു വിളിക്കുന്നു പൈതൽ നിന്നെ. അപ്പോൾ ഒരു കുട്ടി നിലാവിനോട് പറയുന്ന കാര്യങ്ങളാണ്, സംഭാഷണമാണ് ഈ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എഴുതിയത് ആരാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇത് എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ബാലോദ്യാനം എന്ന സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള കവിതയാണ് ഈ നിലാവിനോട് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാലോദ്യാനം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള കവിതയാണ് ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ, പിഞ്ചുകൈ നീട്ടി കുതുകത്തോടെ കൊഞ്ചു വിളിക്കുന്നു പൈതൽ നിന്നെ. ഓർത്തു വെക്കുക കേട്ടോ, പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാലോദ്യാനം. ഇദ്ദേഹത്തെക്കുറിച്ച് ഇതേ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 1885 ചേരാനെല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് പറയുന്നത് കേട്ടോ. ധ്രുവചരിതം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം. ശാകുന്തളം എന്നത് സംഗീത നാടകമാണ് കേട്ടോ. ഇനി അതേപോലെ ബാലാകലേശം, ഉദ്യാനവിരുന്ന്, ഭൈമീ പരിണയം, ജാതിക്കുമ്മി, ഭാഷാ നാടകം. ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. 1938 ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കൃതികൾ ഒന്നുകൂടി ഒന്ന് നോക്കൂ. ധ്രുവചരിതം, സൗദാമിനി, ധ്രുവചരിതം. അപ്പോൾ നമ്മൾ ആരുടെ കാര്യങ്ങളാണ് പറയുന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ്റെ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ? ധ്രുവചരിതം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം ഇദ്ദേഹത്തിൻ്റെ സംഗീത നാടകമാണ്, ബാലാകലേശം, ഉദ്യാനവിരുന്ന്, ഭൈമീ പരിണയം, ജാതിക്കുമ്മി. ജാതിക്കുമ്മി എല്ലാവരും കേട്ട് കാണും, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭാഷാ നാടകം പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി ഈ നിലാവിനോട് എന്നുള്ള കവിതയിലെ 1-2 അർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട്. അമ്പിളി ചന്ദ്രൻ എല്ലാവർക്കും അറിയാം. ഏറുക എന്നതെന്താണ്? കയറുക. ഇനി അടുത്തതാണ് നോക്കേണ്ടത് കൊണ്ടൽ. കൊണ്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മേഘം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കൊണ്ടൽ എന്താണ്? മേഘം. മേഘത്തിൻ്റെ ഒരു അർത്ഥം ഒന്നുകൂടി പുതുതായിട്ട് കിട്ടുന്ന നോട്ട് ചെയ്ത് വെക്കണം. കൊണ്ടൽ എന്താണ്? മേഘം. ഇനി കൊഞ്ചുക എന്ന് പറയുന്നത് എന്താണ്? ഓമനത്വം തോന്നുമാറുന്ന പെരുമാറുക, അവ്യക്ത മധുരമായി ശബ്ദിക്കുക, കുട്ടികളുടെ സംസാരം. ഇനിയും കൗതുകം അല്ലെങ്കിൽ കുതുകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താല്പര്യം എന്നതാണ് കൗതുകം. തുല്ലു ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളിയിൽ തടസ്സം പറയുക എന്നതാണ് തുല്ലു ചൊല്ലുക എന്ന വാക്കിൻ്റെ അർത്ഥം. പാര്, ലോകം, പൂനിലാവ്, മനോഹരമായ നിലാവ്, വിണ്ണ്, ആകാശം. അപ്പോൾ കൊണ്ടൽ മേഘം, തുല്ലു ചൊല്ലുക, കളിയിൽ തടസ്സം പറയുക, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.